ഭാരതീയ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് നേരെ ശ്രീലങ്കൻ നാവികസേന വെടിയുതിർത്തു. മത്സ്യത്തൊഴിലാളികളെ തടഞ്ഞുവെക്കാനുള്ള നീക്കത്തിനിടയിലായിരുന്നു വെടിവെപ്പ്. സംഭവത്തിൽ ശക്തമായ നടപടിയുമായി വിദേശകാര്യ മന്ത്രാലയം ശ്രീലങ്കൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രജനി, ഇന്ത്യൻ മീൻപിടുത്ത തൊഴിലാളികൾക്ക് നേരെ ശ്രീലങ്കൻ നാവികസേന വെടിയുതിർത്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ ശ്രീലങ്കൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടാണ് വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനുഷ്യത്വപരമായി പരിഗണിക്കണം, അത്തരത്തിലൊരു മാനം ആ വിഷയങ്ങൾക്ക് നൽകണം. തൊഴിലാളികൾക്ക് നേരെ വെടിയുതിർക്കുന്നത് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഈ വിഷയം മീൻപിടുത്ത തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അതിർത്തിയിൽ നടക്കുന്ന വിഷയം മനുഷ്യത്വപരമായി പരിഗണിക്കണം. ഇരു സർക്കാരുകളും തമ്മിൽ നിലനിൽക്കുന്ന ധാരണയിൽ വീഴ്ചയുണ്ടാകരുത്, ആ ധാരണ തെറ്റിക്കരുത് എന്ന കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ഡൽഹിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് ശ്രീലങ്കയുടെ ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിക്കൊണ്ടായിരുന്നു വിഷയത്തിലെ പ്രതിഷേധം ഭാരതം അറിയിച്ചത്. ഒപ്പം കൊളംബോയിൽ ഇന്ത്യൻ കോൺസുലേറ്റും ഒപ്പം ഈ വിഷയം ശ്രീലങ്കൻ ഗവൺമെന്റിന് മുൻപിലും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കടലിൽ നടന്നിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ടാണെങ്കിലും മത്സ്യബന്ധന തൊഴിലാളികൾക്ക് നേരെയാണ് ഇത്തരത്തിൽ വെടിയുതിർത്തിട്ടുള്ളത്. തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയം മനുഷ്യത്വപരമായി പരിഗണിക്കണം എന്ന ആവശ്യമാണ് ഭാരതം മുൻപോട്ട് വെച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ കാരക്കുടിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾക്ക് നേരെയാണ് അതിർത്തി ലംഘിച്ചു, അന്താരാഷ്ട്ര അതിർത്തി ലംഘിച്ചു എന്നാരോപിച്ച് ശ്രീലങ്കൻ നാവികസേന വെടിയുതിർത്തിട്ടുള്ളത്. വെടിവെപ്പിൽ രണ്ട് തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ജാഫ്ന ടീച്ചിംഗ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ആശുപത്രിയിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെത്തി നിലവിൽ ഈ പരിക്കേറ്റ തൊഴിലാളികളുടെ സ്ഥിതിഗതികൾ പരിശോധിച്ചിട്ടുണ്ട്. കൂടാതെ 13 തൊഴിലാളികളെ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീലങ്ക അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിർത്തി മേഖലയിൽ മത്സ്യബന്ധന തൊഴിലാളികളെ തുടർച്ചയായി ശ്രീലങ്ക ഇത്തരത്തിൽ അതിർത്തി ലംഘിച്ചു എന്നാരോപിച്ച് തടഞ്ഞു വെക്കുന്ന സംഭവങ്ങൾ നിരന്തരമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മാസം തന്നെ ജനുവരി 12-ന് 8 തൊഴിലാളികളെയും 25-ന് 2 മലയാളികൾ ഉൾപ്പെടെ 34 തൊഴിലാളികളെയും ശ്രീലങ്കൻ നാവികസേന തടവിലാക്കി വെച്ചിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ശ്രീലങ്കൻ നാവികസേന തൊഴിലാളികൾക്ക് നേരെ വെടിയുതിർക്കുകയും 13 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. വെടിവെപ്പിൽ 2 തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വിഷയം മനുഷ്യത്വപരമായി പരിഗണിക്കണമെന്നും ഇരു സർക്കാരുകളും തമ്മിലുള്ള ധാരണയിൽ വീഴ്ചയുണ്ടാകരുത് എന്ന ശക്തമായ പ്രതിഷേധവുമാണ് ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എന്തായാലും ശ്രീലങ്ക ഈ ധാരണകളൊക്കെ തന്നെ ലംഘിക്കുന്നുള്ള കാര്യം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമുക്കറിയാം. അതിർത്തി കടന്നെത്തുന്ന ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുന്നത് പോലും. രജനി, വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ ഇപ്പോൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അന്താരാഷ്ട്ര അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ അതിർത്തി കടന്ന് മത്സ്യബന്ധനം അനുവദിക്കണമെന്നൊരു ആവശ്യം ഒരിക്കൽ പോലും ഭാരതം മുൻപോട്ട് വെക്കുന്നില്ല. അത് ഓരോ രാജ്യത്തിന്റെയും അതിർത്തി മേഖലയാണ്. പക്ഷേ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട മീൻപിടുത്തത്തിനിടയിൽ ഇത്തരത്തിൽ അറിയാതെയോ അല്ലെങ്കിൽ അബദ്ധവശാലോ അതിർത്തിയിലേക്ക് എത്തുന്നവരെയോ അല്ലെങ്കിൽ അതിർത്തി കടക്കുന്നവരെയോ മനുഷ്യത്വപരമായ രീതിയിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. പക്ഷേ ഇത്തരത്തിൽ വെടിവെക്കുന്നതുൾപ്പെടെയുള്ള സംഭവങ്ങൾ അനാവശ്യമായിട്ടുള്ള രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തുകയോ അല്ലെങ്കിൽ അനാവശ്യ തടവുകളിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യരുത് എന്ന കൃത്യമായ ആവശ്യം നേരത്തെയും ഭാരതം മുൻപോട്ട് വെച്ചിരുന്നു. ഇന്നിപ്പോൾ 2 തൊഴിലാളികൾക്ക് ശ്രീലങ്കൻ നാവികസേനയുടെ വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ശക്തമായ ഭാഷയിലുള്ള പ്രതിഷേധം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതും ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടാണ് ഈ വിഷയത്തിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. രജനി ചൂണ്ടിക്കാട്ടിയതുപോലെ ശ്രീലങ്കൻ മേഖലയിൽ സമുദ്ര അതിർത്തി മേഖലയിൽ തുടർച്ചയായി ഇത്തരത്തിൽ മത്സ്യബന്ധന തൊഴിലാളികളെ മീൻപിടുത്ത തൊഴിലാളികളെ നാവികസേന തടഞ്ഞു വെക്കുന്നത് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കണക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ മാസം മാത്രം 2025 തുടങ്ങി ജനുവരിയിൽ മാത്രം ജനുവരി 12-ന് 8 തൊഴിലാളികളെയും 25-ന് 2 മലയാളികൾ ഉൾപ്പെടെ 34 തൊഴിലാളികളെയും ശ്രീലങ്കൻ നാവികസേന ഇത്തരത്തിൽ അന്താരാഷ്ട്ര അതിർത്തി ലംഘിച്ചു എന്നാരോപിച്ച് തടഞ്ഞു വെച്ചിട്ടുണ്ട്. വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നേരത്തെ വലിയ പ്രതിഷേധം പാമ്പൻ പാലത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ട് വലിയ ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ടൊരു പ്രതിഷേധം കഴിഞ്ഞ വർഷത്തിൽ നവംബർ മാസത്തിൽ ഈ വിഷയത്തിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം. ഒപ്പം ശ്രീലങ്കൻ നാവികസേനയുടെ ഭാഗത്തുനിന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മനുഷ്യത്വരഹിതമായ നടപടിയാണ് ഉണ്ടാകുന്നത് എന്ന ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം നടന്നിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം
ശരി. ശ്രീലങ്കയുടെ ഭാഗത്തുനിന്ന് അത്രയും മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. രജനി, ഭാരതീയ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് നേരെ ശ്രീലങ്കൻ നാവികസേന വെടിയുതിർത്തു. മത്സ്യത്തൊഴിലാളികളെ തടഞ്ഞുവെക്കാനുള്ള നീക്കത്തിനിടയിലായിരുന്നു വെടിവയ്പുണ്ടായത്. സംഭവത്തിൽ ശക്തമായ നടപടിയുമായി എത്തിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. ശ്രീലങ്കൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.